മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ശിവാങ്ക് ഉണ്ട്. സുഖാണ് അവിടെ? സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ബ്രോ, ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മള് മുന്നിൽ വെച്ച് കണ്ടത്. കുറച്ചുകൂടിയൊക്കെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ഫാറ്റീഗ് ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് പ്ലേയേഴ്സിന്റെ മുഖത്തൊക്കെ കാണാറുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്താണ് ബ്രോയുടെ അഭിപ്രായം? എന്താണ് സംഭവിച്ചത്? ഇല്ല, അത് ഇന്നത്തെ ലോസ് ഇറ്റ്സ് ഫുള്ളി ഓൺ പ്ലേയേഴ്സ്, വേറെ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഓൺ പ്ലേയേഴ്സ്. ഫെറ്റീഗ് ഒന്നുമല്ല. ഇത് ഇന്നലെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കളിച്ച പോലെ ഉണ്ടായിരുന്നു, ഒരു താല്പര്യം ഇല്ലാണ്ട്. അത് നമ്മൾ ടോട്ടനമെന്റോടുള്ള ഫസ്റ്റ് ലെഗിലും കണ്ടതാ. ഇതേപോലെ കളിച്ചത്. വലിയ വലിയ കാര്യമില്ലാത്ത പോലെയാണ് കളിച്ചത് ഇന്നലെ. ഞാൻ ഒരു 75% ബ്ലെയിം പ്ലേയേഴ്സിൽ ചെല്ലുമ്പോഴും ഒരു 25% എങ്കിലും സ്ലോട്ടിന് ചെല്ലണം. കാര്യം ഇപ്പോഴും സ്ലോട്ട് സീസണിന്റെ തുടക്കം എന്നല്ല, ഒരു മെജോറിറ്റി ഓഫ് ദ സീസൺ മോശമായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ്, അത് പേരെടുത്ത് തന്നെ ലൂയിസ് ഡിയാസ് ആണെങ്കിലും ജോട്ട ആണെങ്കിലും, ഇങ്ങനത്തെ പ്ലേയേഴ്സിന് ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം അത് ശരിക്കും പറഞ്ഞാൽ സലേനൽ പൂട്ടിക്കഴിഞ്ഞ് ഇപ്പോ ലിവർപൂൾ ഭയങ്കര ഡൗൺ ആണ്. അത് കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആവാൻ കാരണം സല ഉള്ളത് കൊണ്ടല്ല, അത് ബാക്കിയുള്ള അറ്റാക്കേഴ്സ് ഡിസ്ഫങ്ഷണൽ ആയതുകൊണ്ടാണ്. ഭയങ്കര പോറാണ് രണ്ട് അറ്റാക്സ്. പിന്നെ ബെഞ്ചിൽ നിന്ന് വരുന്നത് ഡാർവിൻ നൂനസ് ആണല്ലോ. പിന്നെ ഡാർവിൻ നൂനസിനകത്ത് നമുക്ക് കുറ്റം പറയാനേ പറ്റില്ല. കാര്യം ഞാൻ ബ്രോഡ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കാര്യം സ്ലോട്ടിന്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള 3 അറ്റാക്കേഴ്സ് സലയും ജോട്ടയും ലൂയിസ് ഡിയാസും ആണ്. അപ്പൊ ഫിറ്റ് ആയിട്ട് ജോട്ട ഇരിക്കുകയാണെങ്കിൽ ന്യൂനസ് സ്റ്റാർട്ട് ചെയ്യില്ല. ന്യൂനസിന് ഇവിടെ റെലവൻസ് ഇല്ല. സ്റ്റാർട്ട് ചെയ്യുന്ന 2 അറ്റാക്കേഴ്സ്, 3-ൽ 2 അറ്റാക്കേഴ്സും ഡിസ്ഫങ്ഷണൽ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ കൺസേൺ ഗോൾ സ്കോറിങ് തന്നെയാണ്. പിന്നെ ഇപ്പൊ ലീഗ് ഓൾമോസ്റ്റ് സേഫ് ആയതുകൊണ്ട് ഇതിൽ വലിയ ടെൻഷൻ ഇല്ല. ഇപ്പൊ താഴത്ത് ആസ്മലിന് വരാൻ സിറ്റി വല്ലതും ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ലീഗ് സർവൈവ് ചെയ്യുന്നു. ഇപ്പൊ ഒരു പോയിന്റ് ഗ്യാപ്പ് 12 ഒരു 8 പോയിന്റോ വല്ലതും ആയിരുന്നെങ്കിൽ ഈ അറ്റാക്ക് വെച്ച് സർവൈവ് ചെയ്യില്ല. കാര്യം ഇപ്പൊ ഈ അറ്റാക്ക് വെച്ച് കളിക്കുമ്പോൾ ടീമിന് അറിയാം എങ്ങനെ ലിവർപൂളിനെ ഗോൾ സ്കോറിംഗ് ഒന്ന് തടയാം. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇന്നലത്തെ ലോസ് 75% ഇറ്റ്സ് അപ് ടു പ്ലേയേഴ്സ്. അതാണ് ഇന്നലെ പ്ലേയേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കളിക്കാൻ. പക്ഷെ 25% സ്ലോട്ടിനാണ്. കാര്യം സ്ലോട്ട് ഈ ലൂയിസ് ഡിയാസിനെയും ജോട്ടേനെയും സത്യം പറഞ്ഞാൽ കിയേസൊക്കെ ഇറങ്ങി കളിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ വിഷമം വന്നു. കാര്യം ഇത്ര നല്ലോണം കളിക്കുന്ന പ്ലെയർ ബെഞ്ചിലാണ്, എന്നാലും ലൂയിസ് ഡിയാസ് വീക്ക് ഇൻ വീക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കിയേസൊക്കെ എന്തൊരു ഇന്റന്റ് കൊടുത്താൽ കളിക്കണം. അതൊന്നും അതിന്റെ പകുതി പോലും ലൂയിസ് ഡിയാസ് ചെയ്യുന്നില്ല. ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഉണ്ട്, പക്ഷെ ഒരു അറ്റാക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പേഴ്സ് വേണ്ടേ, അതില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇപ്പൊ പ്രീമിയർ ലീഗ് ഒരു സേഫ് സൈഡിൽ ആയതുകൊണ്ട് ഇത് ഓഫ്കോഴ്സ് ഞാൻ ബ്രോഡ് എപ്പോഴും പറയാറുണ്ട്, കർബോ കപ്പ് മസ്റ്റ് വിൻ ആണ്. അത് മസ്റ്റ് വിൻ കപ്പായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, അത് ഞാൻ ന്യൂകാസിലിന് അത് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. അവര് എക്സെപ്ഷണൽ ഇന്നലെ. അതെ. അപ്പോൾ ഞാൻ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പൊ സ്ക്വാഡ് റൊട്ടേഷൻ സബ്ബല്ല. സപ്പോസ് ഒരു മാച്ച് നല്ലോണം കളിച്ച് അടുത്ത മാച്ച് ഒരു കുഴപ്പമില്ലാത്ത ഓപ്പോസിഷനെതിരെയാണ്. ആ സമയത്ത് ഈ പ്രൈമറി പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോ മിഡ്ഫീൽഡിലായാലും നിങ്ങൾ പറഞ്ഞ പോലെ കിയേഴ്സ് ഒക്കെ ഇന്നലെ കളിച്ച് കണ്ടപ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടി മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹി മൈറ്റ് ബി എന്നാ പറയുക നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് കളിക്കുന്ന, അതായത് ചിലപ്പോൾ ജോട്ടയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒന്നും കിട്ടില്ല, പക്ഷെ പുള്ളി വേറെ രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 10 or 15% ഗെയിമിൽ ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ടൊന്ന് കളിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് അവർ കളിക്കുന്നത്, അവർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വളരെ മോശമാണോ, അറ്റ്ലീസ്റ്റ് അത് ടെസ്റ്റ് ചെയ്യുന്നത് ഈ ലാസ്റ്റിലത്തെ ഒരു 15 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 5 മിനിറ്റ്സിലെ സബിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പൊ ഗ്രാവൻ ബെർച്ചിനാണെങ്കിൽ ഫുൾ ലോഡ് കൊടുത്തിരിക്കുകയാണ്. മെക്കാലിസ്റ്ററിന് അതേപോലെ തന്നെ 70-75 മിനിറ്റ്സ് കളിച്ചാൽ മാത്രമേ പുള്ളിക്ക് റെസ്റ്റ് കിട്ടൂ. അപ്പൊ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗോൾ പിറകെ പോകണം, അല്ലെങ്കിൽ ഇഞ്ചുറി വരണം, ഇല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ പറയുന്നത് സ്ക്വാഡ് റൊട്ടേഷൻ. ഇപ്പൊ സബ് ഓക്കെയാണ്, സബ് ഇമ്പാക്ട് സബ് ഓക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും? അത് സ്ക്വാഡിന്റെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ സ്ലോട്ടിന്റെ ട്രസ്റ്റ് ഇഷ്യൂസ് ആണോ? സ്ലോട്ടിന്റെ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്, 100% ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോന്നാണ്. അതായത് അറ്റാക്കിൽ വരുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ആണ്, 100% ട്രസ്റ്റ് ഇഷ്യൂ ആണ്. കാര്യം സ്ലോട്ടിന്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റിൽ തുടങ്ങി ലീഗ്, ഒരു നവംബർ വരെ ഈ ടീം നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ഈ ഫ്രണ്ട് ത്രീ വെച്ചാണ്. ബാക്കി ഇപ്പൊ ആ സമയത്ത് കിയേസ ഫിറ്റ് അല്ലായിരുന്നു. ഡാർവിൻ നൂനസ് ഓഫ് കോഴ്സ് അത് പ്രഡിക്റ്റബിൾ ആണ്. കാര്യം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ ഡാർവിൻ നൂനസിന്റെ ഫ്യൂച്ചർ ഇല്ല സ്ലോട്ടിന്റെ അണ്ടറിൽ. അപ്പോൾ ഡാർവിൻ നൂനസിന്റെ കേസ് നമുക്ക് മാറ്റി നിർത്താം. അപ്പോൾ
അതല്ലാണ്ടുള്ള പിന്നെ ഏലിയട്ടാണ്. അപ്പൊ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഏലിയട്ട് ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കും. ഏലിയട്ടിന് കളിക്കാൻ പറ്റുന്ന പൊസിഷൻ 2 പൊസിഷനേ ഉള്ളൂ. അത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും അത് റൈറ്റ് വിങ് ആണ്. റൈറ്റ് വിങ് സ്ഥലം ഇങ്ങനെ കളിക്കുമ്പോൾ എലിയട്ടിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയ ഗെയിംസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എലിയട്ട് ഒന്നും ചെയ്യുന്നതും കണ്ടിട്ടില്ല. അതാണ് വേറൊരു കാര്യം. എലിയട്ടിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എലിയട്ട് ഒന്നും ചെയ്യുന്നില്ല. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഞാൻ പറയില്ലേ, സ്ട്രൈക്കർ പൊസിഷൻ സത്യം പറഞ്ഞാൽ അഡ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻ കഴിഞ്ഞു. കാര്യം ഓൾറെഡി നമുക്കറിയാം ജോട്ട 5 മാച്ച് കളിച്ചാൽ പിന്നെ FA കപ്പിലൊരു ടീമിന്റെ കൂടെ വന്ന് ഗോൾ അടിക്കും, വീണ്ടും ഇഞ്ചോടും. ഇതാണ് ജോട്ടയുടെ ഒരു ട്രെൻഡ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രൈക്കർ, പിന്നെ ഒട്ടും ക്ലിനിക്കൽ അല്ലാത്ത വേറെ സ്ട്രൈക്കർ. അപ്പൊ സ്ട്രൈക്കർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ ശരിക്കും അത് അഡ്രസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ലെഫ്റ്റ് വിങ് നമ്മൾ നോക്കുമ്പോൾ ഗ്യാപ്പോ ഉണ്ട്. എനിക്കൊന്ന് ആകെ 2 കൺസിസ്റ്റന്റ് അറ്റാക്കേഴ്സേ ഉള്ളൂ ലിവർപൂൾ. അത് ഗ്യാപ്പോ സലയാണ്. അപ്പൊ ഗ്യാപ്പോ ഇത്രയും നാൾ ഫിറ്റ് ആയിരുന്നുകൊണ്ടാണ് ലൂയിസ് ഡിയാസിനെ സ്ട്രൈക്കർ കളിപ്പിച്ചിട്ടും നമുക്ക് ഗോൾസ് വന്നുകൊണ്ടിരുന്നത്. സല ലോക്ക് ആവുമ്പോഴും. കാര്യം ഗ്യാപ്പോ എങ്ങനെങ്കിലൊക്കെ ഒരു ഗോൾ അടിക്കും. ഗോൾസ് വന്നുകൊണ്ടിരുന്നു. ആ ഒരു അമൗണ്ട് കുറവാണ് സലേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് ജയിക്കാനുള്ള ഗോൾസ് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഗ്യാപ്പോ ഫിറ്റ് അല്ലാത്തപ്പോ സെയിം പഴയ ട്രെൻഡാണ് കാണുന്നത്. പഴയ ട്രെൻഡിലോട്ട് വരുമ്പോ അത് വർക്ക് ചെയ്യുന്നില്ല. ജോട്ടയ്ക്കൊന്നും പറ്റില്ല. ലൂയിസ് ഡിയാസ് അത് പുള്ളി വേറെ ലീഗിലോട്ട് മൂവ് ചെയ്യണം. അതാണ് വേണ്ടത്. പ്രീമിയർ ലീഗ് പുള്ളിക്ക് പറ്റില്ല. അപ്പോൾ അതാണ് അത് നേരത്തെ അഡ്രസ് ചെയ്യേണ്ടത്. എനിക്കൊന്ന് ഡിഫൻസിനെക്കാളൊക്കെ ഇപ്പൊ ഏറ്റവും ഇഷ്യൂ ഞങ്ങൾക്ക് അറ്റാക്കാണ്. അപ്പൊ ഇപ്പൊ ലീഗ് സേഫ് ആയത്, ഞാൻ വീണ്ടും പറയുന്നത്, ലീഗ് സേഫ് ആയതുകൊണ്ട് ഇതിപ്പോ ഒരു ഇഷ്യൂ അല്ല. ഇതിപ്പോ നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോൾ അത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി പോയി. ഇപ്പൊ ചെൽസിക്ക് കോൾ പാമർ ഇഞ്ചോർഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഫോം ഔട്ട് ആകുമ്പോഴോ ചെൽസിയുടെ അവസ്ഥ എന്താണോ അതാവും അവസ്ഥ. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ മിഡ്ഫീൽഡ് വരുമ്പോൾ അത് ഇപ്പൊ ഈ ഒരു മിഡ്ഫീൽഡ് ഇപ്പൊ മക്കാലിസ്റ്റർ, ഗ്രാംബെക്, സൊബോസ്ലൈ, ഇതിനകത്ത് ഒരാള് പോയ സിസ്റ്റം ബ്രേക്ക് ആവുന്നുള്ള പോലെ പോയി. അതാണ് സംഭവം. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഒരു സമയത്ത് ഫുള്ളമിനോട് ഡ്രോ ആയി, ന്യൂകാസിലിനോട് ഡ്രോ ആയി, യുണൈറ്റഡിനോട് ഡ്രോ ആയി. ഈ 3 കളിയിൽ സൊബോസ്ലൈ കളിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് മക്കാലിസ്റ്റർ ഇപ്പൊ ഒരു കളി ഇഞ്ചോർഡോ സസ്പെൻഷനോ ആണെങ്കിൽ അവിടെ കർട്ടിസ് ജോൺസ് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡ്രോ ആവും, എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഈ 3 പേരല്ലാണ്ട് സ്ലോട്ടിന്റെ സിസ്റ്റത്തിന് കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് സ്ക്വാഡിലില്ല. അതാണ് സംഭവം. അപ്പൊ ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു ചെക്ക്മേറ്റ് ആണ്. പിന്നെയും ഇത് ഇങ്ങനത്തെ ഒരു സ്ക്വാഡ് വെച്ച് സ്ലോട്ട് ഇതുവരെ എത്തിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം. അത്രേ ഉള്ളൂ. ബ്രോ, ഏതായാലും ഈ സീസൺ എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗ് ഓൾമോസ്റ്റ് സേഫ് ആണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായിരിക്കും സ്ലോട്ടിന്റെ ഒരു പ്ലാൻ? ഇപ്പൊ FSGയോട് പറയാണ്, കുറച്ച് പ്ലേയേഴ്സ് എന്തായാലും പോകും. ഏതൊക്കെ പ്ലേയേഴ്സ് പോകും നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സ്ലോട്ട് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുറച്ച് പ്ലേയേഴ്സിനോട് പറയും, നല്ല ഓഫറൊക്കെ വരികയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു സെൽ. എനിക്ക് തോന്നുന്നു റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ല ഓപ്ഷൻ. ബെഞ്ചിലിരുത്തിയിട്ട് ഇങ്ങനെ വിടുന്നതിനെക്കാട്ടും നല്ലത് ക്യാഷ് ഔട്ട് ചെയ്യുക. കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ ക്യാഷ് ഔട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ യോക്രേഷിനെ പോലുള്ള ഒരു സ്ട്രൈക്കറിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്, എങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫോൾസ് നയൻ ഒക്കെ കളിക്കാൻ പറ്റുന്ന അതുപോലത്തെ ഒരു പ്ലെയറൊക്കെയാണോ സ്ലോട്ട് നോക്കാൻ പോകുന്നത്? ഇല്ല, ടാർഗറ്റ് വെരി ക്ലിയർ ആണ്. ഇസാക്കാണ് ടാർഗറ്റ്. അത് ഇന്നും കുറച്ചു മുമ്പ് ഫെബ്രിസോ റൊമാനോ പറഞ്ഞതേ ഉള്ളൂ. അത് ഇസാക്കായിട്ട് ലിവർപൂൾ കോൺടാക്ട്സ് നടത്തി, ഇസാക്കിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കോൺടാക്ട്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ വെരി ക്ലിയർ ആണ്. സ്ലോട്ട്, എനിക്കൊന്ന് സ്ലോട്ടിന്റെ ഏറ്റവും ഫസ്റ്റ് ആവശ്യം സ്ട്രൈക്കർ തന്നെയായിരിക്കും. അത് 100% ഉറപ്പാണ്. അതിലൊരു സംശയം വേണ്ട. കാര്യം ഫെനോർദിൽ പുള്ളിക്ക് സാന്റിയാഗോ ഹിമിനസ് എന്ന് പറഞ്ഞൊരു സ്ട്രൈക്കർ ആണ്. ഇപ്പൊ AC മിലാനിൽ കളിക്കുന്ന സ്ട്രൈക്കർ. പുള്ളി അവിടെ ജനുവരിയിൽ 2023 ജനുവരിയിൽ പുള്ളി ഒരു ഇഷ്യൂ ആയിട്ട് പുള്ളിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പുള്ളി ആ സീസണിൽ മാത്രം ബാക്കി ഓൾ കോമ്പറ്റീഷൻസിൽ 23 ഗോൾസ് അടിച്ചു. അതാണ് സ്ട്രൈക്കർ ചെയ്യേണ്ടത്. നമുക്കൊരിക്കലും ഒരു 33 വയസ്സുള്ള ഒരു സലേനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല ഒരിക്കലും. അത് ശരിയല്ല. കാര്യം ഇങ്ങനത്തെ ഒരു പ്ലെയറുടെ ഒരു ശരിയാണ്, അത് പുള്ളിയുടെ ക്വാളിറ്റിയാണ്. പുള്ളി ഇത്രയും വർഷമായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഗോൾ സ്കോറിംഗ് ബേർഡൻ കുറച്ച് ഒരു സ്ട്രൈക്കറിന് വേണം. അല്ലെങ്കിൽ അത് ലോങ് ടേമിൽ അത് ഭയങ്കര മോശം ചെയ്യും. അപ്പോൾ ഓഫ്കോഴ്സ് സ്ട്രൈക്കർ ആൻഡ് ഒരു ലെഫ്റ്റ് വിങ്ങർ ഒരു നമ്പർ 1 പ്രയോറിറ്റിയാണ്. അതിപ്പോ ലാസ്റ്റ് സമ്മറിലെ റൂമേഴ്സ് ഇപ്പൊ വരുമ്പോൾ ഗോർഡന് വേണ്ടി ഓൾറെഡി കോൺടാക്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, ആന്റണി ഗോർഡൻ. പിന്നെ നമ്മള് യൂലിയൻ അൽവാറസിന് ആയിട്ട് സിറ്റിക്ക് വേണ്ടി സിറ്റിയിൽ നിന്ന് ടോക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ വെരി ക്ലിയർ ആണ്. സ്ലോട്ട് ചോദിച്ചത് അപ്പൊ വെരി വെരി ക്ലിയർ ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടോ കഴിഞ്ഞ സീസണിൽ നടന്നില്ല, ഈ സീസണിലെങ്കിലും. പിന്നെ അറ്റാക്ക് മാത്രമല്ല, നിറച്ച സ്ഥലമുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. പക്ഷെ മെയിൻ ഇപ്പത്തെ എമർജൻസി അറ്റാക്കാണ്. യങ്സ്റ്റേഴ്സിന്റെ കാര്യം ഇപ്പോ
നമ്മൾ ബാസിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെയിലൊക്കെ ഇവർക്ക് അക്കാഡമിന്ന് കൊണ്ടുവരുന്ന പ്ലേയേഴ്സിന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു എമ്മാതിരി കളിയാണ് ഇവർ കളിക്കുന്നത്. 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സൊക്കെ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും ഒരു 200 മില്യന്റെ പണി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സ്പേഴ്സിന്റെ സൈഡിലായാലും അങ്ങനത്തെ പ്ലേയേഴ്സ് ഇപ്പൊ വരുന്നില്ല. അക്കാഡമിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണോ? ഇപ്പൊ നമ്മളിപ്പോ മാക്സിമം നോക്കുന്നത് ക്വിക്ക് ഫിക്സ് ആണ്. എവിടെയെങ്കിലും പോയി നല്ലോണം കളിക്കുന്ന പ്ലെയറിനെ ഒരു 100 മില്യൺ കൊടുത്ത് വാങ്ങിക്കുക, അവർ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു ടാലന്റഡ് ആയിട്ടുള്ള പൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരെടുത്ത് അങ്ങനെ കാണുന്നില്ല. 1-2 പേർ. ഇപ്പൊ അമാദ് വന്നത് കണ്ടു, അമാദ് പോയി. അതല്ലാതെ ഈ അക്കാഡമിയിൽ വന്നെന്ന് പറഞ്ഞിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് പ്രീമിയർ ലീഗിലുള്ള പ്ലേയേഴ്സ് വളരെ ചുരുങ്ങിയ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. എന്താണ് ലിവർപൂളിന്റെ സിറ്റുവേഷൻ? അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ബയസ്റ്റിക്കിന്റെ കാര്യം കേട്ടു, പുള്ളിനെ ലോണിൽ വിട്ടു, അതല്ലാതെ വേറെ പേരൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഈ അക്കാഡമിയിൽ നിന്ന് വരുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒരു നല്ല പ്ലെയർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? അക്കാഡമിന്ന് നോക്കുമ്പോൾ ആകെ ചെൽസിന്ന് കൊണ്ടുവന്നൊരു റിയോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, പിന്നെ ലെസ്റ്ററിന് നമ്മൾ മേടിച്ചൊരു ട്രേ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അല്ലാണ്ട് ഇവരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാര്യം ഈ റിയോ എന്ന് പറയുന്ന പയ്യന് 16 വയസ്സുള്ളൂ. അവൻ കളിക്കുമ്പോൾ ഫുട്ബോളിംഗ് മെച്യൂരിറ്റി ഒക്കെ ഉണ്ട് ശരിയാ, പക്ഷെ ഫിസിക്കലി ആള് ഭയങ്കര വീക്കാണ്. അതായത് ചെറുതാണ്, ആള് ഭയങ്കര ചെറുതാണ്. അത് തന്നെ ട്രെയിൻ ഇപ്പൊ 18 വയസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉള്ളൂ. അല്ലാണ്ട് ലിവർപൂൾ അക്കാഡമി ഇപ്പൊ കുറെ വർഷത്തിന് ശേഷമാണ് ട്രെൻഡ് വന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ലിവർപൂൾ അക്കാഡമി എത്ര പ്രൊഫിഷ്യന്റ് അല്ല ടു ബി ഓണസ്റ്റ്. പക്ഷെ എന്നാലും വരാറുണ്ട് പ്ലേയേഴ്സ്. ലിവർപൂൾ ഒരു 10-12 വയസ്സാകുമ്പോൾ പ്ലേയേഴ്സിനെ വേറെ ക്ലബ്ബിൽ നിന്ന് കൊണ്ടുവരും, അവരെ ഡെവലപ്പ്. ഇപ്പൊ ഹാവിയരേട്ടനൊക്കെ അങ്ങനെ കൊണ്ടുവന്നാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരും. പക്ഷെ ഇവർ എത്രത്തോളം ഇപ്പൊ ക്ലോപ്പ് ഇന്റഗ്രേറ്റ് ചെയ്ത പോലെ സ്ലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യില്ല. ക്ലോപ്പ് യങ്സ്റ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത പോലെ സ്ലോട്ട് ഇരിക്കും. സ്ലോട്ട് എപ്പോഴും ഒരു മാൻ ഓൺ മിഷനാണ്. പുള്ളിക്ക് എങ്ങനെ ആയാലും പുള്ളിക്ക് കൊടുത്ത ഡ്യൂട്ടി, അതായത് ഇപ്പൊ പുള്ളി ഏകദേശം ഫുൾഫിൽ ചെയ്തു. അതായത് ട്രോഫി അടിക്കുക, അത് അറ്റ്ലീസ്റ്റ് പുള്ളി അത് ചെയ്തു ഇപ്പോ. അപ്പൊ പക്ഷെ ക്ലോപ്പ് അങ്ങനെയല്ല. ക്ലോപ്പ് ഈ ഒരു ഇന്റഗ്രേഷൻ വെച്ചും ക്ലോപ്പ് ഹിഡിഡ് വണ്ടേഴ്സ്. നമുക്കറിയാം ക്ലോപ്പ് ചെയ്ത പോലെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ സ്ലോട്ടിന്. പക്ഷെ അത് ഇന്റഗ്രേഷൻ വേണ്ട സ്ഥലത്ത് വേണമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് വേണം. കാര്യം ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ ഈ പ്ലേയേഴ്സിന് മിനിറ്റ്സ് കൊടുത്താൽ എന്താന്ന് തോന്നിപ്പോകും. കാര്യം ഇപ്പൊ ഒരു FA കപ്പ് ഗെയിമിൽ തന്നെ റിയോ ഇറങ്ങിയിട്ട് റിയോ 100% ഡിയാസിനെക്കാളും ബെറ്റർ ആയിരുന്നു ആ ഗെയിമിൽ, ലൂയിസ് ഡിയാസിനെക്കാളും. അപ്പൊ നമ്മളൊരിക്കൽ 16 വയസ്സുള്ള പയ്യന് ചാൻസ് കൊടുത്തില്ല. കാര്യം ലമീൻ യമാൽ 17 വയസ്സായപ്പോ സ്പെയിനു വേണ്ടി ബാസയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ടല്ലോ എന്ന് കുറെ പേര് ചോദിക്കും. പക്ഷെ അത് they were taught to do that in ലമാസിയ. ലമാസിയയില് ഒരു വേറെ ഡിഫറെന്റ് ബോൾ ഗെയിമാണ്. അപ്പൊ അവിടെ കളിക്കുന്ന പോലെ അല്ല ശരിക്കും പറഞ്ഞ ഈ ഇംഗ്ലീഷ് ക്ലബ്സിൽ പൊതുവെ അക്കാഡമിയിൽ കാണുന്നത്. പണ്ട് ഇംഗ്ലീഷ് ക്ലബ്സിന് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ആകെ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കോബ മാത്രമേ ഉള്ളൂ ഇംഗ്ലണ്ടിൽ. കാര്യം അവരാണ് ഹൈ ക്വാളിറ്റി ടാലൻസിനെ എടുക്കുക, സെല്ല് ചെയ്യുക, അവരെവിടെയെങ്കിലും പോയി നന്നാവും. അവര് തന്നെ നമ്മുടെ ഹഡ്സൺ ഒഡോയിനെ കണ്ടില്ല, ഹഡ്സൺ ഒഡോയ്, ഓലായിന, ഇവരൊക്കെ അക്കാഡമി പ്ലേയേഴ്സ് ആണ്. ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ എപ്പോഴെങ്കിലൊക്കെ അവർ നന്നാവും. ഇപ്പൊ ഹഡ്സൺ ഒഡോയ്ക്ക് ഒരു ACL വന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഒരു സൂപ്പർ സ്റ്റാർ ഇൻ മേക്കിംഗ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്. എന്നിട്ട് ACL വന്നു, ആള് പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഇല്ല, ഇപ്പൊ നോട്ടിംഗം ഫോറസ്റ്റിന് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ചെൽസിയുടെ അക്കാഡമി പ്ലേയേഴ്സ്. ഇപ്പൊ നമ്മള് മറ്റേ ഒരു ഡയലോഗ് പറഞ്ഞ കല്ലെടുത്തെറിഞ്ഞ് ഒന്ന് ചെൽസി അക്കാഡമി പ്ലേയേഴ്സിന്റെ മേത്ത് എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഫുൾ ലോകം മൊത്തം ഉണ്ട് ചെൽസി അക്കാഡമി പ്ലേയേഴ്സ്. അപ്പൊ അതാണ് ആകെ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള അതേ ഉള്ളൂ. പക്ഷെ ചെൽസി അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. അതാണ് അവരത് ജസ്റ്റ് ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇതായിട്ട്. പക്ഷെ ഇംഗ്ലണ്ടിൽ പൊതുവെ അക്കാഡമീസ് ഭയങ്കര മോശമാണ്. പിന്നെയുള്ള സിറ്റിയാണ്. അത് സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതങ്ങനെയാണ്. അതൊരു മിനി ലാമാസിയാണ് സിറ്റി. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പൊ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരട്ടെ ശക്തമായിട്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. യെസ് ബ്രോ. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.